ക്കാൻ പാടില്ല എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കതൊന്ന് മാറ്റി ചിന്തിക്കാം. ജസ്റ്റ് എഞ്ചിൻ കാണിച്ച വേറൊന്നും കൊണ്ടല്ല. ഈ എഞ്ചിൻ ശരിക്കും പറഞ്ഞാൽ സ്യൂട്ടബിളായിട്ട് അല്ലെങ്കിൽ ഈ ഒരു എഞ്ചിൻ പെർഫോമൻസ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു 2000 RPM മാത്രമല്ല. ശരിക്കും ഒരു 2000 RPM മാത്രമല്ല ഈ വാഹനം ഓടിക്കേണ്ടത്. ഈ വാഹനത്തിന് കൊടുത്തിരിക്കുന്ന ഒരു RPM ഞാൻ കാണിച്ചു തരാം. ഇതൊരു പെട്രോൾ വാഹനമാണ്. മാരുതിയുടെ വാഹനമായതുകൊണ്ട് 8000 RPM. കാരണം മാരുതിയുടെ എല്ലാ പെട്രോൾ വാഹനങ്ങളിലും 8000 RPM വരെയാണ് വരുന്നത്. അതിൽ 6 തൊട്ട് 8. ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. പലപ്പോഴും ഞാൻ പറയാറുണ്ട്, നമ്മൾ വാഹനം ഓടിക്കുന്ന സമയത്ത് ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറഞ്ഞാൽ 2000 RPM, അതായത് 2000 RPM മെയിൻറ്റെയിൻ ചെയ്ത് നമ്മൾ വാഹനം ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് പക്ക, അതായത് പ്യുവർ മൈലേജ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടും, അല്ലെങ്കിൽ ഫ്യൂവൽ എഫിഷ്യൻസി നമുക്ക് കിട്ടുമെന്ന് ഞാൻ സ്ഥിരം എൻ്റെ വീഡിയോസിൽ പറയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കുറച്ച് പേർക്കെങ്കിലും സംശയം തോന്നുമായിരിക്കും, നമുക്ക് സ്ഥിരം ഈ വാഹനം, അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന ഏത് വാഹനമായിക്കോട്ടെ, ആ വാഹനം 2000 RPM തന്നെ ഓടിച്ചാൽ മതി, അല്ലെങ്കിൽ അങ്ങനെ മാത്രം ഓടിക്കാവുള്ളൂ, അതിൽ കൂടുതൽ RPM എടുക്കാൻ പാടില്ല എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കതൊന്ന് മാറ്റി ചിന്തിക്കാം. ജസ്റ്റ് എഞ്ചിൻ കാണിച്ച വേറൊന്നും കൊണ്ടല്ല. ഈ എഞ്ചിൻ ശരിക്കും പറഞ്ഞാൽ സ്യൂട്ടബിളായിട്ട്, അല്ലെങ്കിൽ ഈ ഒരു എഞ്ചിൻ പെർഫോമൻസ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു 2000 RPM മാത്രമല്ല. ശരിക്കും ഒരു 2000 RPM മാത്രമല്ല ഈ വാഹനം ഓടിക്കേണ്ടത്. ഈ വാഹനത്തിന് കൊടുത്തിരിക്കുന്ന ഒരു RPM ഞാൻ കാണിച്ചു തരാം. ഇതൊരു പെട്രോൾ വാഹനമാണ്. മാരുതിയുടെ വാഹനമായതുകൊണ്ട് 8000 RPM. കാരണം മാരുതിയുടെ എല്ലാ പെട്രോൾ വാഹനങ്ങളിലും 8000 RPM വരെയാണ് വരുന്നത്. അതിൽ 6 തൊട്ട് 8 വരെ ഒരു റെഡ് ലൈൻ കൊടുത്തിരിക്കുന്നത് എല്ലാവർക്കും കാണാൻ സാധിക്കും. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു റെഡ് ലൈൻ കൊടുത്തിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, അതൊരു പീക്ക് ലെവലാണ്. പീക്ക് ലെവൽ എന്ന് പറഞ്ഞാൽ ടോപ്പാണ്, RPMത്തിൻ്റെ ഏറ്റവും ടോപ്പ് ലെവലാണ് വരുന്നത്. ആ ഒരു റെവ് വരെ, അല്ലെങ്കിൽ ആ ഒരു RPM വരെ ആരും കൊണ്ടുപോകാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. എപ്പോഴും നമ്മൾ അതിനകത്തൊന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക. ഒരു 5000 വരെയൊക്കെ മാക്സിമം പോവുക. അതിന് മേളിലോട്ട് റെവ് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്, അല്ലെങ്കിൽ അതിൻ്റെ മേളിലോട്ട് RPM കയറ്റാതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ ഇതിലെപ്പോഴും കൊടുത്തിരിക്കുന്ന ഈ 1, 2, 3 ഈ 1 ഉദ്ദേശിക്കുന്ന 1000, 2 ഉദ്ദേശിക്കുന്ന 2000, 3 എന്ന് പറഞ്ഞാൽ 3000, ഇങ്ങനെ ഇൻറ്റു 1000 എന്ന് പറഞ്ഞ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ റൊട്ടേഷൻസ് പെർ മിനിറ്റ്, അല്ലെങ്കിൽ റെവല്യൂഷൻ പെർ മിനിറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് എഞ്ചിൻ്റെ. അപ്പോൾ ഇതിനകത്ത് എപ്പോഴും നമ്മൾ ഈ 2000 RPM ആണ് മെയിനായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിരിക്കുന്നത്. കാരണം ഏറ്റവും നല്ല മൈലേജ് ഔട്ട്പുട്ട്, അല്ലെങ്കിൽ ഒരു ഫ്യൂവൽ എഫിഷ്യൻസി നമുക്ക് കിട്ടുന്നത് ഈ പറയുന്ന ഒരു 2000 RPMത്തിനകത്ത്, അതിൽ താഴെ നിൽക്കുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ നമ്മുടെ വാഹനത്തിന് ഫ്യൂവൽ എഫിഷ്യൻസി കിട്ടുന്നത്. ഇതാർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി കൺഫേം ആക്കിയിട്ട് നിങ്ങൾ സമ്മതിച്ചാൽ മതി. കാരണം ഞാൻ കൂടുതലും മെയിൻറ്റെയിൻ ചെയ്യുന്ന ആ ഒരു സ്പീഡ്, പക്ഷേ ഒരു കാരണവശാലും ഞാനത് മെയിൻറ്റെയിൻ ചെയ്യുമെന്ന് പറഞ്ഞാലും എന്നും എപ്പോഴും ആ ഒരു റേഞ്ചിൽ തന്നെ പോകും എന്നല്ല അതിൻ്റെ അർത്ഥം. കാരണം ഞാൻ ഈ ഒരു വാഹനം എപ്പോഴും കൂടുതലും ചിലപ്പോഴെങ്കിലും ഞാൻ റവ് ചെയ്ത് ഓടിക്കാറുണ്ട്. അതായത് ഞാൻ കൂടുതലും ഒരു 4000 RPM, 5000 ഒക്കെ മാക്സിമം വളരെ കുറവാണ്, പക്ഷേ 4000 RPM ഒക്കെ ഞാൻ മാക്സിമം കൊണ്ടുപോകാറുണ്ട്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ വാഹനം കൺസ്ട്രക്റ്റ് ചെയ്തിരിക്കുന്നത് ഒരു മൈലേജ് ഔട്ട്പുട്ടിന് മാത്രമല്ല, പവർ നമുക്ക് ഔട്ട്പുട്ട് കിട്ടണം. അതുപോലെ നമ്മുടെ വാഹനത്തിൻ്റെ എഞ്ചിനിൽ നിന്നും വരുന്ന ഔട്ട്പുട്ട് ഇടയ്ക്കെങ്കിലും ഒന്ന് പരീക്ഷിച്ച് നോക്കണം. അതായത് ഇടയ്ക്കെങ്കിലും നമ്മുടെ വാഹനം നല്ലൊരു RPMത്തിൽ കയറ്റി, അതായത് നല്ല സ്പീഡിലൊന്ന് പോകുന്നത് നല്ലതായിരിക്കും. അല്ലാതെ എന്നും ഒരു 40 റേഞ്ചിൽ തന്നെ പോവുക എന്ന് പറയുന്നത് നല്ലൊരു കാര്യമല്ല. കാരണം വാഹനത്തിൻ്റെ എഞ്ചിൻ ഒന്ന് വർക്ക് ചെയ്യുന്നത് നല്ലതാണ്. ചെറിയ വർക്കിംഗ് എപ്പോഴും നടക്കുന്നുണ്ട്, ഇല്ലെന്നല്ല. പക്ഷേ ഇടയ്ക്കെങ്കിലും ഈ വാഹനത്തിൻ്റെ ഫുൾ പവർ ഔട്ട്പുട്ട് വാഹനത്തിൽ നിന്നും മനസ്സിലാവണം, നമുക്ക് മനസ്സിലാവണം. വാഹനം ഇടയ്ക്കെങ്കിലും ഒന്ന് RPM കയറ്റി ഓടിക്കുന്നത് നല്ലതാണ്. അങ്ങനെ കയറ്റി ഓടിക്കാൻ വേണ്ടി നല്ല റോഡ്സൊക്കെ കാണുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഗിയർ ഡൗൺ ചെയ്ത് നന്നായിട്ട് ആക്സിലറേറ്റർ കൊടുത്ത് വാഹനം ഒന്ന് പറപ്പിച്ച് ഓടിച്ചോണം. കാരണം ഇടയ്ക്കെങ്കിലും നിങ്ങളുടെ വാഹനം അതുപോലെ ഓടിച്ചില്ലെങ്കിൽ നിങ്ങളുടെ വാഹനം പോലും എങ്ങനെ അത്ര സ്പീഡിൽ ഓടിക്കേണ്ടതൊക്കെ മറന്നു പോകും. അത് ഞാൻ ചുമ്മാ കളിക്ക് പറഞ്ഞതാണ്. പക്ഷേ എന്നാലും എല്ലാ പാർട്സുകളിലും വർക്കിങ്ങും നല്ല ഹൈ പ്രഷറായിട്ട് ഇതിനകത്ത് വർക്കിംഗ് നടക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യം കൂടെ ഒന്ന് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ വാഹനത്തിൻ്റെ എഞ്ചിൻ കണ്ടീഷൻ നല്ലതായിരിക്കും. ഓയിൽ പ്രഷറും കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ ഒന്ന് കയറി എല്ലാ പോർഷനിലും കറങ്ങി വരും. ഓയിൽ പ്രഷർ കയറത്തില്ലെന്നല്ല, എന്നാലും കുറച്ചുകൂടെ ഒന്ന് ഹീറ്റ് ആകുകയും ചെയ്തോളും. വാഹനത്തിന് അത്രയും കൂടെ ഒരു റവ്വിങ് വരികയാണെങ്കിൽ, അത്രയും കൂടെ RPM ഒന്ന് കയറുകയാണെങ്കിൽ നല്ലതായിരിക്കും നിങ്ങളുടെ വാഹനത്തിൻ്റെ എഞ്ചിൻ കണ്ടീഷൻ. അതുകൊണ്ട് ഇടയ്ക്കെങ്കിലും എപ്പോഴെങ്കിലും ഒന്ന് സ്പീഡ് കയറ്റുന്നതുകൊണ്ട് ഒരു കുഴപ്പം നിങ്ങളുടെ വാഹനത്തിൽ വരുന്നില്ല.